ആവശ്യം ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിപ്പാൻ സാധ്യമല്ല എന്നതാണ്. എന്തുകൊണ്ട് യേശുക്രിസ്തു സമ്പന്നനാകാതെ ദരിദ്രനായി എന്നാണ് നമ്മൾ ചിന്തിച്ചത്. എന്തുകൊണ്ട് യേശുക്രിസ്തു സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ആ ദുരിതം നമ്മൾ ഏറ്റെടുത്ത് സങ്കടപ്പെടുന്നു? യേശുക്രിസ്തു എന്താണോ ആർക്കാണോ ദുരിതം എന്ന് പറഞ്ഞത്, ആ ദുരിതം നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ സങ്കടപ്പെടുന്നു. അത് തിരിച്ചറിവില്ലായ്മയാണെന്ന് നമ്മൾ ധ്യാനിച്ചു പോവുകയാണ്. നമ്മൾ റോമാലേഖനം 2:7 നമ്മൾ വായിച്ചു. സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വം അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം. നിങ്ങളെ ബൈബിളില് യേശു പറഞ്ഞൊരു ഉപമ കേട്ടിട്ടില്ലേ? ധനവാനും ലാസറും. വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അത് കേട്ടിട്ടേ ഉള്ളോ? വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ട് മനസ്സിലായോ? വായിച്ചിട്ട് മനസ്സിലായി കാണോ? മനസ്സിലായെങ്കിൽ ഈ ധനവാൻ എന്ത് സംഭവിച്ചു പോയി എന്ന് ദൈവമേ എന്ന് ചോദിച്ചോ? എന്തുകൊണ്ടാണ് ഈ ധനവാന് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒരു തുള്ളി വെള്ളം കിട്ടാതെ പോയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചോ ധനവാനോട്? ധനവാനോട് ചോദിച്ചെങ്കിൽ ധനവാൻ പറയുമായിരുന്നു, ഞാൻ സൽക്കർമ്മത്തിൽ സ്ഥിരത കാണിച്ചില്ല. എന്റെ അടുത്ത്, എന്റെ വീടിനടുത്ത് ഒരു ദരിദ്രൻ കിടന്നിട്ട് അവന് ഞാൻ മാനിച്ചില്ല, അവന് ആവശ്യമായതൊന്നും കൊടുത്തില്ല. എന്റെ ചിന്ത മുഴുവനും എനിക്ക് ആവശ്യമുള്ളത് നേടുക, എന്റെ തലമുറകൾക്ക് ആവശ്യമുള്ളത് നേടുക, അങ്ങനെ ഞാനിതിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. അവന് വേണമെങ്കിൽ അവൻ ചോദിച്ചു വാങ്ങട്ടെ. അവൻ അങ്ങനെ ആയിപ്പോയത് വല്ല ശാപമായിരിക്കാം. അവൻ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ഏതെങ്കിലും ഉപദേശിനെ കണ്ട് പാപമോചനം പ്രാപിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്റെ അടുത്ത് പോയിട്ട് അവര് വിടുതൽ മേടിക്കട്ടെ. ഞാൻ ഈ ആളുകളെയൊക്കെ നന്നാക്കാന്നും കോച്ചിപ്പിലെടുത്താന്നൊക്കെ ഏറ്റിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അവൻ നമ്മളോട് സംസാരിക്കുമായിരുന്നു. ആര്? ധനവാൻ. അപ്പൊ നമ്മൾ ചോദിച്ചില്ല. അത് വായിച്ചാൽ രസമുള്ള ഒരു കാര്യമായതുകൊണ്ട് വായിച്ചു. പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിക്കാനൊരു നല്ല വിഷയമായതുകൊണ്ട് അവർ പ്രസംഗിച്ചു വിട്ടു. അപ്പൊ പ്രസംഗിച്ചവരും വായിച്ചവരും കേട്ടവരും എല്ലാവരും ഇപ്പോഴും ധനവാന്റെ പാതയിലാണ്. ഉപമ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ആരുടെ പാതയിലാണ്? ആ ധനവാന്റെ പാതയിലാണ്. അബ്രാഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ട് ധനവാൻ ഒരു തുള്ളി വെള്ളം ചോദിക്കുകയാണ്. ധനവാൻ എവിടെ കിടക്കുന്നു? ആ നരകത്തിൽ കിടക്കുക. പണ്ടൊരാൾ പ്രസംഗിച്ചപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ് പ്രസംഗിച്ചതെന്നാണ് പറയുന്നത്. ഞങ്ങള് ദൂരെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോ വേറൊരു അച്ഛൻ പ്രസംഗിച്ച ആമുഖ പ്രസംഗത്തിന് ഞങ്ങളെ സ്വാഗതം ചെയ്തപ്പോ ആ അച്ഛൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ആ അച്ഛന്റെ ഒരു സുഹൃത്ത് അച്ഛൻ എവിടെ ചെന്ന് ഇടവക ഭരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു, പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷമുള്ള പ്രസംഗത്തിൽ പറഞ്ഞു, സ്വർഗമുണ്ടോ നരകമുണ്ടോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി അതോടെ ചെന്നിട്ട് അതൊന്നും ഇല്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു. ഭൂമിയിൽ എന്തെങ്കിലും മനുഷ്യർക്ക് നല്ലത് ചെയ്ത് പോവുകയാണെങ്കിൽ ഭൂമിയിലൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ അച്ഛൻ പ്രസംഗിച്ചു. വേറൊരു അച്ഛൻ പറയണ കേട്ട് ഞാനിങ്ങനെ കേട്ടിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് ചിരിച്ചു. അത്രേ ഉള്ളൂ. അച്ഛന്റെ ചിന്തയെല്ലാം എന്തായിരുന്നു? സ്വർഗവും നരകമൊന്നും അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഭൂമിയിൽ നന്മ ചെയ്യും. പക്ഷെ യേശു വ്യക്തമായി പഠിപ്പിച്ചു, സ്വർഗമുണ്ട് എന്നും നരകമുണ്ടെന്നും. പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? സ്വർഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ സ്വർഗത്തിന്റെ പ്രവൃത്തി ചെയ്യണം. ഇപ്പൊ നമ്മൾ നരകത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് സ്വർഗം കിട്ടുമെന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുകയാണ്.
നിങ്ങൾ മനസ്സിലാക്കാണോ? അപ്പോൾ ഒരു വാക്യം വായിച്ചു പോകാം. മത്തായിയുടെ സുവിശേഷം, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഈ വചനത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ, കർത്താവിനെ അറിയുന്നവരും കർത്താവ് അറിയാത്തവരും ക്രിസ്ത്യാനികൾ. കർത്താവിനെ അറിയുന്നവരും, നമ്മളൊക്കെ കർത്താവിനെ അറിയും, കർത്താവ് നമ്മളെ അറിയുന്നില്ല. കാരണം എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരെ നീതി പ്രവർത്തിക്കുന്നില്ല. ഈ ധനവാനായ മനുഷ്യൻ അയാൾ നീതി പ്രവർത്തിച്ചില്ല. അയാളിങ്ങനെ തിന്ന് കുടിച്ച് ആനന്ദിച്ച് അങ്ങനെ പോയി. ദരിദ്രനെ തിരിഞ്ഞു നോക്കിയില്ല. സൽപ്രവൃത്തികളിൽ, സൽക്കർമ്മങ്ങളിൽ അദ്ദേഹത്തിന് ഒരു സ്ഥിരത ഉണ്ടായില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു കാണും, അല്ലേ? ധനവാന്റെ മേശയ്ക്ക് കീഴെ വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് തൃപ്തരാകാമെന്ന് ലാസർ വിചാരിച്ചു എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കടന്ന് പോയിട്ടുണ്ടാവും. സ്വന്തമാക്കണം, തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനകളൊന്നും വായിക്കാനിട്ടില്ലാന്ന് 150 പ്രാവശ്യം വായിച്ചപ്പോൾ ഒരു കിസ് നടത്തി നോക്കി. സമ്മാനം പ്രകടാന്ന് പഠിക്കണം, വായിക്കാനിട്ടില്ലാന്ന് കൂട്ടാക്കുന്നില്ല. ഇതിനെ ഗൗരവമായി ആരും പ്രസംഗിക്കുന്നില്ല. എല്ലാവരും പ്രസംഗിക്കുന്നത് ദശാംശം കൊടുത്ത് അമർത്തി കുലുക്കി വീണ്ടും തരുമെന്നാണ്. പണ്ട് കാലത്ത് പെരുന്നാൾ സ്ഥലത്ത്, പള്ളിപ്പറമ്പിലും ഉത്സവ സ്ഥലത്ത്, അമ്പലപ്പറമ്പിലൊക്കെ കിടുക്കിക്കുത്തുകാര് ഒരു പാട്ടയ്ക്കുള്ളിൽ 3-4 കട്ട പോലെ ഒരു കട്ടം വെച്ചിട്ട് അതിങ്ങനെ കിടുക്കിയിട്ട് കുത്തുമ്പോ അത് പറയും, ആർക്കും ഇതിലേക്ക് കൊണ്ടുവന്ന് പണം വെക്കാം, ഇതിലേക്ക് പണം വെച്ചാൽ ഇത് ഇരട്ടിയായിട്ട് കിട്ടും. ഇങ്ങനെ ഈ ഉപദേശിമാരൊക്കെ കിടുക്കിക്കുത്തു പോലെ ഇങ്ങനെ കിടുക്കി വെക്കുകയാണ്. നിങ്ങൾ ഇതിലേക്ക് വെക്കുക, നിങ്ങളുടെ ദശാംശമൊക്കെ കൊണ്ടുവന്ന് വെക്കുക. ഇത് കിടുക്കി കുത്തി മറച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് അമർത്തി കുലുക്കി വീണ്ടും വീണ്ടും ആരും. അങ്ങനെ നിങ്ങൾ ഈ ലോകത്ത് മുഴുവൻ വസ്തുക്കളുടെയും അധികാരിയായിട്ട് സമ്പന്നനായി. ഇതൊക്കെ യഹോവയല്ലോ ദൈവമല്ലോ തന്നത്. ഈ ധനവാനെ പറ്റിയ അബദ്ധം അയാളുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോ അതൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മളെ പരിചയമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ ഈ പ്രസംഗമൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഒരു മനുഷ്യൻ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവരോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. തൊട്ടു മുമ്പ് നമ്മൾ വായിക്കുന്നത് 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, ഫരിസേയരുടെയും ശാസ്ത്രിമാരുടെയൊക്കെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളണം, സുവിശേഷം പ്രസംഗിക്കണം, എല്ലാം ഉപേക്ഷിക്കണം, 5 കുരുവികൾ 2 നാണയത്തുട്ടിൽ വിൽക്കപ്പെടുന്നില്ലേ, അവരൊന്നുപോലും ദൈവത്തിന് വിസ്മരിക്കപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നവനെ ഞാനും ദൈവത്തിന്റെ മുമ്പാകെ ഏറ്റുപറയും. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം ചെയ്യുന്നവരോട് പറയുന്നവരെ ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളിലും ഭരണാധിപന്മാരുടെ മുമ്പിലും
അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എന്ത് പറയുമെന്ന് ഉത്കണ്ഠാകുലരാകേണ്ട, എന്ത് പറയേണ്ട, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇങ്ങനെ ശക്തമായ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ശരീരത്തെയും ലോകത്തെയും തള്ളി ആത്മാവിന്റെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കേണ്ടതായിട്ടുള്ള സത്യമേറിയ വിശുദ്ധിയുള്ള നിർമ്മല സുവിശേഷം യേശു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയാണ്, ഗുരു, പിതൃസ്വത്ത് പങ്കുവെക്കുവാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണം. സത്യത്തില് ഞാനും നിങ്ങൾ ഇങ്ങനത്തെ ആളാണെന്ന് ചിന്തിക്കണം. ഇവൻ സ്വത്ത് ഭാഗം ചെയ്യുന്നതിൽ നിയമകർത്താവായി വെക്കുകയാണ്. യേശു അവരോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അപ്പൊ സ്വത്ത് ഭാഗ തർക്കങ്ങളിലൊക്കെ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലണ്ടെന്നല്ലേ എന്റെ അർത്ഥം. അതെ, അന്ന് തല അടക്കണേ, അന്ന് വീതം വെപ്പേണ്ടി, അന്ന് കുർബാന ചൊല്ലിക്കൂലേ? കുർബാന അറിയാം. അതുകൊണ്ട് ഈ മരിച്ച വരുന്ന പാട്ട്, സോദരന്യോന്യം മല്ലിട്ടു മധ്യ പ്രതിവേഗം വന്നെത്തി. സോദരന്യോന്യം മല്ലിട്ടതിനാ? ഈ ഭാഗവത്തിനാണ്. ഈ മാതാപിതാക്കന്മാരെ പെരുവഴി തള്ളുന്നതിനാ? ഈ ഭാഗവെപ്പിനാണ്. എന്തിനാണ് ഈ അപ്പനെ അമ്മേനെ ഓരോ മാസം നോക്കാതെ പറയണേ? ഈ ഭാഗം വെപ്പിനാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഒരു കാർന്നമാരില്ലാത്തതുകൊണ്ട് ഭാഗ്യം. കാർന്നമാരുള്ള സത്യമാണ്. മനസ്സിലായില്ലേ? സ്വത്തിന്റെ കുറവ് കൊണ്ട് ഒരാൾ വെച്ച് നാട് വിട്ടു, ദൂരോട്ട് പോയി. അപ്പനെ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അമ്മേനെ കൊണ്ടുപോയില്ല. രണ്ടുപടിയാക്കി. രണ്ടുപേർക്ക് എന്തില്ല? സൗകര്യമില്ല. ഒരാൾ സ്വത്ത് വെച്ച് പോയി, മറ്റേ ആൾക്ക് കിട്ടിയത് ആരെ കിട്ടിയും. ഞാൻ വയനാട്ടിൽ ചെന്നപ്പോ ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു വല്യമ്മനോട് പറഞ്ഞു. അപ്പൊ അവനെന്ത് പറഞ്ഞു എന്നറിയാമോ? മൂത്തവൻ ആരെങ്കിലും ഒരാളെ ഞാൻ നോക്കാം. ഇളയവന് സാമ്പത്തിക പ്രസിദ്ധ വയനാട്ടിലേക്ക് പോയി. ഇപ്പൊ ഇളയവനോട് ബുദ്ധിമുട്ട് തോന്നിയപ്പോ അമ്മയുടെ മനസ്സറിഞ്ഞിട്ട് അപ്പനും അമ്മയെ വേർപിടിച്ചാലും വേണ്ടില്ല, ഞാൻ ഇവന്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് അമ്മ ആ കൂടെ പോയി. അമ്മ വയനാട്ടിലോ, അപ്പൻ കൂത്താട്ട് വളർത്തും. മനസ്സിലായില്ല പറഞ്ഞത്? അപ്പനും അമ്മേനും കല്യാണം കെട്ടിച്ചപ്പോ എന്താ പറഞ്ഞേ? മരണം മൂലമല്ലാതെ പിരിയരുത്. മക്കളുണ്ടായത് കൊണ്ട് പിരിയേണ്ട വന്നു. സമ്പത്തിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് പിരിയേണ്ട വന്നു. നമുക്ക് ചിരി വരും. പക്ഷെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഇതൊന്നും ഭംഗിയായിട്ട് പങ്കിട്ട് കിട്ടാണ്. പ്രത്യാശഭവനിൽ കഴിഞ്ഞ നാളിൽ ഒരാൾ മരിച്ചേ. അപ്പോ അയാളുടെ അമ്മ മരിച്ചിട്ട് പോലും അയാളെ കൊണ്ടുപോയില്ല കാണിക്കാൻ. അയാൾ തിരിച്ചു വന്നില്ലെങ്കിലൊന്നും പറഞ്ഞു. നമുക്ക് തെരുവീന്ന് കിട്ടി. നമ്മളെ പിന്നീട് അയാളുടെ വീടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പക്ഷെ വീട്ടുകാര് കാര്യമായിട്ട് അവര് ചേട്ടനന്യന്മാരാണ്, അമ്മ പ്രായമായി നോക്കാനൊന്നും പറ്റൂല, ഇയാൾ മനുഷ്യനെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അമ്മ മരിച്ചു. അമ്മ മരിച്ചിട്ടും ഇവരെ കൊണ്ടുപോയില്ല. പിന്നീടാണ് നമ്മൾ അറിയുന്നത് അമ്മ മരിച്ചു എന്നുള്ളത്. കൊണ്ടുപോയില്ല. അപ്പൊ പ്രിയമുള്ളവരെ, അവസാനം ഈ മനുഷ്യൻ മരിച്ചു. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോ അറിയിച്ചു. രോഗമായി കിടക്കുമ്പോ തന്നെ അറിയിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജില് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ അറിയിച്ചു. എല്ലാവരും വന്നു കാണാൻ. മരിച്ചു കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോകാൻ നേരത്ത് നല്ല വില കൂടിയ പെട്ടിയായിട്ട് വന്നപ്പോ ഈ ഫ്രീസറിൽ നിന്ന് ബോഡി ഇറക്കി അവിടുത്തെ ഒരു അറ്റൻഡർ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചെന്ന് പറഞ്ഞു, വല്ല കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടപ്പോഴും ഉണ്ടാവും, അതുകൊണ്ടാണല്ലോ നല്ല പെട്ടി കൊണ്ട് വന്നത്. കാരണം ഫ്രീസറിലേക്ക് വെച്ചേക്കുന്നത് പ്രത്യാശഭവന്റെ പേരില്ല, ആശുപത്രിയിലെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയത് ആരുടെ പേരില്ല.
ഇപ്പൊ പ്രത്യാശഭവന്റെ സ്റ്റാഫ് എന്ന് ബോഡി മോർച്ചറിയിൽ നിന്ന് എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വീട്ടുകാർക്ക് കൊടുക്കുന്ന പേപ്പർ വർക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അറ്റൻഡർക്ക് തോന്നുകയാണ് ഇത്രയും വിലയുള്ള പെട്ടിയായിട്ട് വരാൻ കാരണം എന്തെങ്കിലും കിട്ടപ്പോലുണ്ടാവും. അതെ, എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോരുണ്ടെങ്കിലാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലത് മേടിച്ചു കൊടുക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോരുണ്ടെങ്കിലോ നല്ലൊരു തുണി മേടിച്ചു കൊടുക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോരുണ്ടെങ്കിൽ നല്ലൊരു ചുമ വന്നാൽ അന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ 10 ദിവസം ചുമച്ചാലും കൊണ്ടുപോകില്ല. തള്ളക്ക് ചുമ പതിവാന്ന് പറയും. എന്നാലും എനിക്ക് നിന്റെ മോനെ നീ പെട്ടെന്ന് കൊണ്ടുവരും, പിന്നെ തള്ളേനെ കൊണ്ടുപോയിട്ട് കിട്ടാനാ എന്ത് ചോദിക്കും. അപ്പൊ കിട്ടപ്പോഴുള്ള അടുത്ത് നമ്മൾ നിൽക്കും, അവിടെ നമ്മുടെ വിശ്വാസം നിൽക്കും. അവിടെ ഈ ധനവാന് അങ്ങനെ കിട്ടപ്പോഴുള്ള അടുത്ത് നിന്നു. അവന്റെ സൽക്കർമ്മങ്ങളൊന്നും സ്ഥിരമായില്ല. എന്റെ പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശപ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും സമ്പത്ത് കൊണ്ട് നിങ്ങൾ തൃപ്തരാകാൻ നിൽക്കരുത്. തൃപ്തരാകാൻ പറ്റൂല, അതൊരു കാര്യം. പിന്നെ സ്വർഗരാജ്യവും കിട്ടുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറാസിയറെ അല്ലെങ്കിൽ POC ബൈബിളിലെ പ്രഭാഷകൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ വായിച്ചാൽ മതി. അതിലെങ്ങനെ പറയുന്നുണ്ട്, സമ്പത്തിൽ ആശ്രയിക്കരുത്. സങ്കീർത്തനം 62-ന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. നമ്മൾ നീതിപൂർവം ജീവിച്ച സമ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദൈവം തരുന്ന സമ്പത്തിന് അളവോ അതിരോ ഉണ്ടാവില്ല. അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, അതിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ സങ്കീർത്തനക്കാരൻ പറയാണ്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ, സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗത്തിൽ പറഞ്ഞ സ്വർണം മേടിക്കണം എന്തിനാണ്? വേണ്ടുകയല്ല, പണയം വെക്കാൻ അല്ലേ? ഞാൻ ഇന്നും കൂടി പണയം വെച്ചിട്ട് വന്ന ആളാണ്. ഒരാൾക്ക് പൈസ കൊടുക്കാണ്ട് അറിഞ്ഞിട്ട് വേറൊരാളുടെ സ്വർണം മേടിച്ച് പണയം വെച്ചു. അപ്പൊ സ്വർണം എന്തിനുള്ളതാണ്? പണയം വെക്കാം അല്ലേ? ശരിയല്ലേ? അപ്പോ ഇവിടെ പറയുന്നത് സ്വർണമായിരുന്നു, ഇനി പണയം വെക്കാനാണെങ്കിലും എന്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ സമ്പത്ത് വലുതായിരുന്നത് കൊണ്ടോ എന്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നത് കൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ. ഇനി 28-ാമത്തെ വാക്യം വായിച്ചാലാണ് അത് പൂർണ്ണ വരുന്നത്. അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. മനസ്സിലായോ? ഞാൻ ഈ സമയക്കുറവോട് എഴുതി കൊണ്ടുവന്നേക്കുന്നതാ. അപ്പൊ ഞാൻ തന്നെ വായിച്ച് ഞാൻ തന്നെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ തപ്പി വരുമ്പോഴത്തേക്കും കുറെ സമയം എടുക്കുന്നതുകൊണ്ടാണ്. അതും ന്യായാധിപന്മാർ ശിക്ഷയ്ക്ക് വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. ഏത്? സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ, എന്റെ സമ്പത്ത് വലുതായിരുന്നത് കൊണ്ടോ എന്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നത് കൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നുവെങ്കിൽ. യോബിനെ പോലെ നമുക്ക് പറയാൻ പറ്റാതെ നമ്മൾ ഈ കാര്യത്തിലൊന്നും യോബ് ആനന്ദിച്ചില്ല. യോബ് ഇതെല്ലാം നഷ്ടമായപ്പോ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ? അഞ്ചു പേരുടെ മാല കച്ചവടം, ഒരു ബൈക്കാരൻ ഹെൽമെറ്റ് വെച്ച് വന്നു. ഇത് ചൂണ്ടിടന്നാലാണല്ലോ ഒരു സന്തോഷം കിട്ടുള്ളൂ, വഴിയൊക്കെ കാണുന്നില്ല. പൊട്ടിയിൽ വെച്ചിട്ട് എന്താ കാര്യം? അത് പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോ ഒരു പിടുത്തം കൈ കെട്ടി, ബാക്കി മൊത്തം അയാൾ കൊണ്ടുപോയി. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം ആ വാഴ്ത്തപ്പെട്ടു. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഒച്ചപ്പാടും ബഹളായി. പോലീസിലേക്ക് വന്നു. പോലീസ് വന്നു. അമ്മ കണ്ടോ എങ്ങനെയാ പറ, ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ? ഞാനൊന്നും കണ്ടില്ല സാറേ, ഇത് പോയിട്ട് കാര്യം അയാൾക്ക് ആവശ്യമുണ്ടായിരിക്കും, ഞാൻ പോട്ടെ എന്ന് പറയുമോ? പിന്നെ നമ്മൾ ജോബിന് പുസ്തകം വായിച്ചിട്ടുണ്ടായാലും. അപ്പൊ നമ്മുടെ ആനന്ദം എവിടെയാണ്?
നമ്മുടെ ആശ്രയം എവിടെയാണ്? ആ സ്വർണമായിരുന്നു എന്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ എന്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നുവെങ്കിൽ, എന്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എന്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ന്യായവിധി ദിവസം കണക്ക് കൊടുക്കേണ്ട ഭൂമിയിലെ ഒരു സന്തോഷം ആകുമായിരുന്നു. വീണ്ടും പറയാണ്, എന്തെന്നാൽ അത് ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുമായിരുന്നു. ഇത്തരം സംഭവം എന്റെ കയ്യിൽ ഉണ്ടായാൽ ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കേണ്ടതാകുമായിരുന്നു, തിരസ്കരിക്കലാകുമായിരുന്നു. ചെക്കിട്ട് ചെക്ക് ഒപ്പിട്ട് കാര്യങ്ങൾ നടന്നു. പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല. ദൈവമേ ഇന്ന് അത്താഴത്തിന് അരിയില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. കർത്താവെ നാളത്തെ ഒരു ആവശ്യം ഒരു വകയില്ലല്ലോ. കർത്താവെ മകളുടെ വിവാഹാലോചന അവർക്ക് 1 രൂപ ഇല്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. വീടിന്റെ പണി നടക്കുന്ന കർത്താവെ 1 രൂപ ഇല്ലല്ലോ എന്ന് പറയേണ്ട കർത്താവെ എത്ര മാസമായി ഈ ലോണിന്റെ പുറകെ നടന്നു തോറ്റുള്ള കർത്താവെ ഒന്ന് ഇടപെടണമേ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അത് അത്യുന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാകുന്നു. അപ്പൊ അത്യുന്നതനായ ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? മുതലാളിത്തത്തെ എതിർക്കണം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മുതലാളി ഉണ്ടല്ലോ, ആ സമ്പന്നനാകണമെന്നുള്ള ആ ആഗ്രഹത്തെ എന്നും നഖശിഖാന്തം എതിർക്കണം. അപ്പൊ നമുക്ക് അത്യുന്നതനായ എല്ലാ ദിവസവും നമുക്ക് ആവശ്യമായതൊക്കെ തരും. അങ്ങനെ ദൈവ പരിപാലനയിൽ ആശ്രയിച്ചു പോകാൻ പറ്റും. ഇനി ആദ്യം നമ്മൾ വായിച്ച ഭാഗമുണ്ടല്ലോ, ആ മനുഷ്യൻ എന്റെ സ്വത്ത് ഭാഗം ചെയ്യാൻ അനുവദിക്കണമെന്ന് ഗുരുവിനോട് പറഞ്ഞ് അതിന്റെ ഭാഗത്ത് യേശു ഒരു ഉപമ പറയുന്നുണ്ട്, ഒരു ഘോഷനായ ധനികന്റെ ഉപമ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ അവസാനം പറയാണ്, അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കും, ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി, അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഏത് യുവാവ്? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു വന്ന യുവാവിനോട് യേശു കൽപ്പിച്ചു, പോയി നിനക്കുള്ളതൊക്കെ വിറ്റ്. ഞാനിവിടെ ധ്യാനം കൂടാൻ വന്ന ആളുകളോട് എത്ര കൊല്ലായി പറഞ്ഞു കൊടുക്കുന്നറിയുമോ, ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും ഒരു പാവപ്പെട്ടന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെയാണ് പോയി വിറ്റ് എല്ലാം അവർക്ക് കൊടുക്കാൻ. ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 2 സെന്റ് കൊടുക്കാൻ പാടില്ല, കൊടുക്കൂല. കൊടുക്കണ ധാരാളം ഉണ്ട് കേട്ടോ, ശമ്പളം കൊടുക്കൂല. അതുകൊണ്ട് ചിന്തിക്കുക, പോയി നിനക്കുള്ളതൊക്കെ വെച്ച് ദരിദ്രന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ദുഃഖിച്ച് സങ്കടത്തോട് തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ യേശു അരുളി ചെയ്തു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. സമ്പന്നതയെ എതിർക്കണോ വേണ്ടയോ? നിങ്ങൾക്ക് ദൈവരാജ്യം വേണോ? നിങ്ങളുടെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന സമ്പന്നതയെ എതിർക്കണം. നിങ്ങൾ അതിനോട് നിരന്തരം പോരാടണം. എന്റെ ഉള്ളിൽ കിടക്കുന്ന സമ്പന്നതയെ ഞാൻ എതിർക്കണം. ഞാൻ യേശുക്രിസ്തുവിനോട് ചേരണം. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 5 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗം എന്ന് പറയുന്നുണ്ട്. ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗം ആർക്കാണെന്ന് പറയുമ്പോ ദുഷിച്ച മനസ്സുള്ളവർക്കും സത്യബോധമില്ലാത്തവർക്കും. മനസ്സിലായില്ല? ദൈവഭക്തി ധനലാഭത്തിനുള്ള
മാർഗമാണ്. ആർക്കാണ്? ദുഷിച്ച മനസ്സുള്ളവർക്കും സത്യബോധമില്ലാത്തവർക്കും. ഇത് 5-ാമത്തെ വാക്യം 6:5. ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദകോലാഹലങ്ങളും. അത് ആർക്കാണ് ധനലാഭത്തിനുള്ള ദൈവഭക്തി? ദുഷിച്ച മനസ്സുള്ളവർക്കും സത്യബോധമില്ലാത്തവർക്കും. സത്യത്തെ കുറിച്ചുള്ള ബോധം വന്നു കഴിഞ്ഞാൽ ധനത്തെ അങ്ങ് മാറ്റിക്കളയും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായില്ലെങ്കിൽ ദൈവം തന്നെ മനസ്സിലാക്കിയത്. ഇനി ഒരു വാക്ക് കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം അല്ലെങ്കിൽ ബാലാസിരിയുടെ പുസ്തകം 31:1. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും. ഞാൻ ഇന്ന് പത്രത്തിലൊരു സഹോദരന്റെ വാർത്ത വായിച്ചു. നമുക്കാണെങ്കിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. റിട്ടയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ധാരാളം സ്ഥലമുള്ളതുകൊണ്ട് കൃഷിപ്പണിക്കിറങ്ങി. അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെ ഒരു കൃഷിസ്ഥലത്തേക്ക് പോയി 2-3 ദിവസമായിട്ട് കുറെ ചപ്പും കാടൊക്കെ വെട്ടി ഒക്കെ റെഡിയാക്കി. അതൊന്ന് വെള്ളം വലിച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോ പത്രത്തിൽ വായിച്ചാണോ തീയിട്ടു. ആ തീര സാറ് കുടുങ്ങിപ്പോയി. ഫയറഞ്ചിലൊക്കെ വന്നാണ് ആ തീ കടത്തിയത്. തീ കടത്തിയപ്പോഴത്തേക്കും കത്തിക്കരിഞ്ഞ ഒരു ബോഡിയാണ് കിട്ടിയത്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? റിട്ടയർമെന്റ് ചെയ്ത എത്രയോ ആളുകളുടെ കാല് ഞാൻ പിടിച്ചെടുക്കുന്നതാണ്. ഇനിയും പണം സമ്പാദിക്കാൻ പോകല്ലേ, ഇനിയും കൃഷിക്ക് പോകല്ലേ, ഇങ്ങനെയുള്ള ശുശ്രൂഷ കേന്ദ്രത്തിലൊക്കെ വന്ന് ഈ മക്കളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. ഇവിടെ മാനേജരായിരിക്കും, പൈസ തരുമല്ലെങ്കിൽ ചെറിയൊരു ശമ്പളമൊക്കെ ഞാൻ തരാമെന്ന് റിട്ടയർമെന്റ് ചെയ്തിട്ടുള്ള അനവധി ആളുകളോട് ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലര് പറഞ്ഞു ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, ഇനി അത്യാവശ്യത്തിന് പെൻഷൻ ഉണ്ട്, 30,000-40,000 രൂപ പെൻഷൻ കിട്ടുന്ന, അതിന്റെ മുകളിലേക്ക് കിട്ടുന്നവരൊക്കെ പറഞ്ഞു ഇനി മതി, ഇനി 2 ചെറുതൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യാം, വെറുതെ ഇരിക്കുക. അത്യാവശ്യം മക്കളെ കെട്ടിക്കാനൊന്നും കാര്യങ്ങളൊന്നും പൂർത്തിയായില്ല, കല്യാണമൊക്കെ വൈകിയാണ് കഴിഞ്ഞത്, റിട്ടയർമെന്റ് നേരത്തെ കഴിഞ്ഞ് പിള്ളേർ ഡിഗ്രിയിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളൂ, പിള്ളേർക്ക് ജോലി ആയിട്ടില്ല. അവരൊക്കെ ചിന്തിക്കണം എന്താണ്, പ്രത്യാശകളിൽ ജോലി ചെയ്താൽ എന്താ കിട്ടണേ? കൂടുതലും തർക്കിച്ച് ചോദിക്കാൻ പറ്റുമോ? എനിക്ക് അവിടെ 40,000 കിട്ടുമെങ്കിൽ പ്രത്യാശകളിൽ 25,000 അല്ലേ പറഞ്ഞു, അപ്പൊ 15,000 എനിക്ക് നഷ്ടമല്ലേ? മനസ്സിലായില്ലേ? കൂടുതൽ കിട്ടിയാലേ എന്തെങ്കിലും ആളുകൾക്ക് കടക്കാൻ പറ്റുള്ളൂ. കൂടുതൽ കിട്ടിയടത്തേക്ക് പോകും. അവിടെ പ്രിയമുള്ളവരെ, ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ. പിന്നെ എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. ഈ പുതിയ കേസില്ലേ, നിങ്ങൾ അങ്ങനെ അറസ്റ്റ് ചെയ്തു, ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കോടികൾ തട്ടിയിട. എന്നിട്ട് അതിന്റെ പേര് പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ആ കേസൊക്കെ ഞാൻ ദിവസേന പത്രത്തിൽ വായിക്കണം. ഉത്കണ്ഠ, അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ നഷ്ടപ്പെട്ടതുണ്ട്. പ്രഭാഷകന്റെ 31:3 പറയുന്നു, ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ധനവാൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ഇതാണ് ആ മോശമായ ജനകം പറഞ്ഞ്. അവന്റെ കൃഷിയിടം നന്നായി വിളഞ്ഞു, അനേക വർഷത്തേക്കുള്ള അവന്റെ വസ്തുക്കളുണ്ടായി. അവനോട് പറഞ്ഞു, ഇനി ഞാൻ എന്തു ചെയ്യും? എന്റെ അറപ്പുരകളൊന്നും തികയുന്നില്ലല്ലോ, ഇതെല്ലാം ഞാൻ പൊളിച്ചു പണിയും. പൊളിച്ചു പണിതിട്ട് എന്ത് ചെയ്യും? എല്ലാം കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോൾ ഇടയതമ്പുരാൻ അവനോട് ചോദിക്കും, അല്ലയോ ദോഷമായ മനുഷ്യ, ഇന്നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാ? നമ്മുടെ പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 2 യജമാനന്മാരെ ഒരിക്കലും സേവിപ്പാൻ സാധ്യമല്ല.
നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതിയില് ഉള്ളതുപോലും കർത്താവെ എടുത്താലും കുഴപ്പമില്ല എന്ന് പ്രാർത്ഥിക്കുക. കാരണം എന്താ? ഞാൻ വിശുദ്ധനായി തീരും, ഞാൻ വിശുദ്ധിയായി തീരും. മനസ്സിലായോ? പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, ഈ വചനങ്ങളെ കൊണ്ടെല്ലാം ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും എൻ്റെ ജീവിതത്തിന്റെ ചിന്തകളിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ പരിഹരിക്കുവാനും എൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ വന്നു പോയിട്ടുള്ള കുറവുകളെ പരിഹരിക്കുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ധനവാനാകണമെന്നുള്ള ആഗ്രഹത്തെ ഉന്മൂലനം ചെയ്യാൻ കൃപ നൽകണം. സമ്പത്ത് കർത്താവിൻ്റെതാണെന്നും സമ്പത്ത് ആവശ്യമുള്ളപ്പോൾ കർത്താവ് തരുമെന്നും അതെനിക്ക് മറുപടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കേണ്ടതാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് ഈ ധ്യാനത്തിനെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നൽകണമേ. ഈ നോമ്പ് അപ്രേപിതാവിന്റെ പ്രാർത്ഥനകൾ ഓർക്കുന്നു. കൊല്ലുന്നൊരു നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുത്, നല്ലതിനിൽ പ്രീതി വരാൻ നല്ല ഉപദേശം നേടുക. താവേ, ഈ നോമ്പിന്റെ ആദ്യ ബുധനാഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളെ നശിപ്പിക്കുന്ന ആ വിഷമായ ആ ധനമോഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നല്ലവനായ യേശു ക്രിസ്തുവിൽ പ്രിയം വെക്കുവാൻ, നല്ല ഉപദേശം കേൾക്കുവാൻ സാഹചര്യം ഒരുക്കുന്നതിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. നന്ദിയോടെ അവിടുത്തെ മഹത്വം കരയറ്റുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിന്റെ പരിശുദ്ധനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.